ഹായ് ഫ്രണ്ട്സ്, ബ്രാട്ടിസ്ലാവയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണിയായിട്ടുണ്ട്. നാളെ രാവിലെ ഞങ്ങൾക്ക് ഈ നഗരത്തോട് യാത്ര പറയണം. അതിനു മുമ്പായി പരമാവധി സ്ഥലങ്ങൾ കണ്ടു തീർക്കേണ്ടതുണ്ട്. ആയിരത്തി 1848 ഈ സ്റ്റേഷന്റെ പണി പൂർത്തിയായത്. പണ്ട് ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ വിയന്നയും ബ്രാട്ടിസ്ലാവയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ്. ഇന്ന് മധ്യ യൂറോപ്പിലെ പ്രധാന നഗരങ്ങളായ പ്രാഗിനെയും ബുദാപെസ്റ്റിനെയും വിയന്നയും ഒക്കെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണിത്. എല്ലാ ദിവസവും 20,000-ലധികം യാത്രക്കാർ ഈ സ്റ്റേഷന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ശരാശരി 150-ലധികം ട്രെയിനുകളാണ് ഇതുവഴി ദിവസേന കടന്നു പോകുന്നത്. ബുദാപെസ്റ്റിലെ പോലെ ഇവിടെയും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗപ്പെടുത്തിയാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഡേ പാസ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്ന സെൽഫ് സർവീസ് മെഷീനുകൾ സിറ്റിയിൽ പലയിടത്തും ഉണ്ട്. എങ്കിലും സ്റ്റേഷനുള്ളിൽ നിന്ന് തന്നെ ടിക്കറ്റ് വാങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. അവസാനം ഞങ്ങൾ ഒരു മെഷീൻ കണ്ടുപിടിച്ചു. ക്യാഷോ കാർഡോ ഉപയോഗിച്ച് ഇതിൽ നിന്നും ടിക്കറ്റ് വാങ്ങാം. 24 മണിക്കൂർ സമയപരിധിയുള്ള ടിക്കറ്റിന് 4.8 യൂറോ ആണ് നിരക്ക്. ഡിസ്പ്ലേ സ്ക്രീനിലെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ഞങ്ങൾ 10 യൂറോ മെഷീനിലേക്ക് ഇട്ടു. 2 ടിക്കറ്റാണ് ഞങ്ങൾക്ക് വേണ്ടത്. ടിക്കറ്റിനോടൊപ്പം ബാലൻസും വളരെ അനായാസേന ഞങ്ങൾക്ക് മെഷീനിൽ നിന്നും ലഭിച്ചു. ടിക്കറ്റൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി. യൂറോപ്യൻ സിറ്റികളിൽ സാധാരണ കാണുന്ന വൈബൊന്നും എവിടെയും കാണാനില്ല. നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങൾ എത്തിയ പോലുള്ളൊരു ഫീലിംഗ്. സ്ലോവാക്യ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയാണ്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഒരു ബസ് സ്റ്റേഷനും ഉണ്ട്. മാത്രമല്ല, യാത്രക്കാരെ തേടി ടാക്സി ഡ്രൈവേഴ്സും സ്റ്റേഷന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ബസ്സിൽ കയറി ഹോട്ടലിലേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഹോട്ടൽ ഇവിടെ നിന്നും വളരെ ദൂരെയൊന്നും അല്ലെങ്കിലും നഗരത്തിന്റെ ഒരു പൊതു സ്വഭാവവും ജനങ്ങളുടെ പെരുമാറ്റവും ഒക്കെ തുടക്കത്തിലേ നേരിട്ടറിയാൻ ബസ് യാത്രയാണ് ഏറ്റവും അനുയോജ്യം. പെട്ടിയും ബാഗും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യൽ അത്ര എളുപ്പമല്ല. ബസ്സിൽ കയറിയ ശേഷം നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റുകൾ ഇതിൽ സ്ഥാപിച്ചിട്ടുള്ള മെഷീനിൽ ടാപ്പ് ചെയ്ത് വാലിഡേറ്റ് ചെയ്യണം. അങ്ങനെ അവസാനം ഞങ്ങൾ ഹോട്ടലിലെത്തി. ബുദാപെസ്റ്റിലെ പോലെ ഇവിടെയും ഐബിസ് ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. ബ്രാട്ടിസ്ലാവയുടെ ഓൾഡ് ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഇവിടെ നിന്നും നടന്നു കാണാവുന്ന ദൂരത്തിലാണ്. മാത്രവുമല്ല, ബഡ്ജറ്റ് ഹോട്ടൽ ആയതുകൊണ്ട് നിരക്കും വളരെ കുറവാണ്. റൂമിനുള്ളിലെ ചുമരിൽ പലതരത്തിലുള്ള ചിത്രങ്ങളും കാഴ്ച വസ്തുക്കളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നഗരത്തിന്റെ ചരിത്രവും പ്രാധാന്യവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണിത്. വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണിത്. പണ്ടുകാലത്ത് ബ്രാട്ടിസ്ലാവ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് പല ഹംഗേറിയൻ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും കിരീടധാരണ ചടങ്ങുകൾ നടന്നത് ഈ സിറ്റിയിൽ വെച്ചാണ്. ഇക്കാരണത്താൽ ബ്രാട്ടിസ്ലാവയെ സിറ്റി ഓഫ് കോറോനേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി റൂമിനുള്ളിൽ ഒരു കിരീടത്തിന്റെ മാതൃകയും സ്ഥാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ പോലുമില്ല ഞങ്ങൾക്ക് ഈ നഗരത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ. സമയം ഒട്ടും പാഴാക്കാതെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും പുറത്തേക്കിറങ്ങി. നഗരവികസനത്തിന് പേരുകേട്ട പല യൂറോപ്യൻ സിറ്റികളോടും കിടപിടിക്കാനാവില്ലെങ്കിലും വളരെ ശക്തമായ ഒരു പൊതുഗതാഗത സംവിധാനം ഈ നഗരത്തിൽ നിലവിലുണ്ട്. ഇതുവഴി കടന്നു പോകുന്ന ട്രാമുകൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.
സമയമേറെയായി ഭക്ഷണം കഴിച്ചിട്ട് ചെറിയ വിശപ്പും തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. കസ്റ്റമേഴ്സിനോട് വളരെ സൗഹൃദപരമായി പെരുമാറുന്ന ഒരു കൂട്ടം ജോലിക്കാരാണ് ഇവിടെയുള്ളത്. ലേ ദുവേ സിച്ചിലെ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. കൊതിയൂറുന്ന പല വിഭവങ്ങളും ഇവരുടെ മെനു കാർഡിലുണ്ട്. 4 ചെറിയ ഫ്രൈഡ് പിസ്സകളാണ് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത്. മോണ്ടനാര എന്ന പേരിൽ വിളിക്കുന്ന ഈ പിസ്സയിൽ ടൊമാറ്റോ സോസും പാമസാൻ ചീസും ബേസിൽ ലീവ്സും ഒക്കെ ചേർത്തിട്ടുണ്ട്. ട്രേ സിച്ചിലിയാനോ അരാൻചോ ആണ് ഇതിനോടൊപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത മറ്റൊരു വിഭവം. പേരിലെ കടുകട്ടിയൊന്നും ഈ ഡിഷിനില്ല. ഡീപ്പ് ഫ്രൈ ചെയ്ത റൈസ് ബോൾസ് ആണിവ. ഇതിനുള്ളിലെ ഫില്ലിംഗ് അനുസരിച്ച് ഇവയുടെ സ്വാദിലും വ്യത്യാസം വരും എന്നേ ഉള്ളൂ. പിസ്താഷ്യോയും ഓണിയൻസും എഗ് പ്ലാന്റും ഉപയോഗിച്ച് തയ്യാറാക്കിയ റൈസ് ബോൾസ് ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. കുടിക്കാനായി മാംഗോയും ജിഞ്ചറും ചേർത്തുണ്ടാക്കിയ ലെമണേഡും ഞങ്ങൾ ഓർഡർ ചെയ്തു. വളരെ സ്വാദിഷ്ടമായിരുന്നു ഓരോ വിഭവവും. അവസാനം കനോള റിക്കോട്ട എന്ന ഡിസേർട്ടും കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. 28 യൂറോ ആണ് ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ആകെ ചിലവ്. സ്ലോവാക്ക് കൺട്രി സൈഡിലേക്കാണ് ഞങ്ങൾ ആദ്യം യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡാനൂബ് നദിയുടെയും മൊറോവ നദിയുടെയും സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഡെവിൻ ഗ്രാമം സന്ദർശിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്ലോവാക്യയുടെ ചരിത്രവും സാംസ്കാരിക പൈതൃകവും മനസ്സിലാക്കുന്നതിനോടൊപ്പം പ്രകൃതി സൗന്ദര്യവും ഏറെ ആസ്വദിക്കാനാവും എന്നുള്ളതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത. ഏകദേശം 1 മണിക്കൂർ എടുക്കും ഗ്രാമത്തിലെത്താൻ. ഈ ഗ്രാമത്തിലാണ് പ്രശസ്തമായ ഡെവിൻ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ട്രാം അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നും ബസ്സിൽ കയറി വേണം ഞങ്ങൾക്ക് ഗ്രാമത്തിലേക്ക് പോകാൻ. ബസ് സ്റ്റോപ്പിൽ നിന്നും ഗ്രാമത്തിലേക്ക് അല്പം നടക്കാനുമുണ്ട്. ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നു. ഇരുവശങ്ങളിലും വീടുകളുള്ള ഒരു ഗ്രാമപാതയാണിത്. പലതരത്തിലുള്ള പൂക്കളും ചെടികളും ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടപ്പ് തുടർന്നു. നടന്ന് ഞങ്ങൾ ഒരു കവലയിൽ എത്തിച്ചേർന്നു. വളരെ ശാന്തമായ സ്ഥലം. നിർഭാഗ്യവശാൽ ഞങ്ങൾക്കിന്ന് കാസിലിനുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. തിങ്കളാഴ്ചകളിൽ കാസിലിൽ പ്രവേശാനുമതിയില്ല. നിരാശ തോന്നിയെങ്കിലും ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു. ഡാനൂബ് നദിയുടെ തീരത്തൂടെ നടന്ന് ചരിത്ര പ്രസിദ്ധമായ മറ്റു കാഴ്ചകൾ കാണുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആ കാണുന്നതാണ് ഡെവിൻ കാസിൽ. സ്ലോവാക്യയിലെ ഏറ്റവും പഴക്കമുള്ള കോട്ടകളിലൊന്നാണിത്. റോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇതിനെ ഒരു സൈനിക കേന്ദ്രമായൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞത്. മൊറോവൻ സാമ്രാജ്യ കാലഘട്ടത്തിലും മധ്യകാലഘട്ടത്തിലുമൊക്കെ സൈനിക ആവശ്യങ്ങൾക്ക് ഈ കോട്ട കൂടുതൽ സജ്ജമാക്കുകയുണ്ടായി. എന്നാൽ 1809 നെപ്പോളിയന്റെ സൈന്യം ഈ കോട്ട പാടെ തകർത്തു. ഈ കാണുന്ന അവശിഷ്ടങ്ങൾക്ക് എത്ര കാലഘട്ടങ്ങളുടെ കഥകൾ പറയാനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്ലോവാക്യയുടെ കൺട്രി സൈഡ് വളരെ മനോഹരമാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിവായി ഗ്രാമപ്രദേശത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന നിരവധി സ്വദേശികളായ യാത്രക്കാരെയും ഞങ്ങളിവിടെ കണ്ടു. 2 നദികളുടെ സംഗമ സ്ഥാനമായതുകൊണ്ട് തന്നെ ജലനിരപ്പ് പ്രതീക്ഷിച്ചതിനുമപ്പുറത്താണ്. കൂടാതെ ശക്തിയായ ഒഴുക്കും കാണുന്നുണ്ട്. സമ്മർ ടൈം ആണെങ്കിൽ കൂടി തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ചരിത്ര പ്രസിദ്ധമായ പല മോണുമെന്റ്സും നമുക്കിവിടെ കാണാം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഗേറ്റ് ഓഫ് ഫ്രീഡം മെമ്മോറിയലും അയൺ കർട്ടൻ മെമ്മോറിയലുമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1948 മുതൽ 1989 വരെ ചെക്കോസ്ലോവാക്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്നു. ബ്രാട്ടിസ്ലാവ ഉൾപ്പെടുന്ന സ്ലോവാക്യ അന്ന് ചെക്കോസ്ലോവാക്യയുടെ ഭാഗമായിരുന്നു. 1989 വെൽവെറ്റ് റെവല്യൂഷനിലൂടെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചു. അതിനെ തുടർന്ന് 1993 പ്രാഗിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് ചെക്ക് റിപ്പബ്ലിക് എന്നും ബ്രാട്ടിസ്ലാവയെ തലസ്ഥാനമാക്കിക്കൊണ്ട് സ്ലോവാക്യ എന്നും 2 രാജ്യങ്ങൾ നിലവിൽ വന്നു.
കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഈസ്റ്റേൺ യൂറോപ്പിനെയും വെസ്റ്റേൺ യൂറോപ്പിനെയും തമ്മിൽ വിഘടിപ്പിച്ചുകൊണ്ട് അയൺ കർട്ടൻ എന്ന പേരിൽ ശക്തമായ ഒരു അതിർത്തി നിലനിന്നിരുന്നു. അക്കാലത്ത് സാമ്പത്തികമായ അഭിവൃദ്ധിക്കും സ്വാതന്ത്ര്യത്തിനുമായി പാശ്ചാത്യ യൂറോപ്പിലേക്ക് കടക്കാൻ പലരും ശ്രമിച്ചു. അതിൽ 400ഓളം പേരെ വെടിവെച്ചു കൊന്നതിൻ്റെ ഓർമ്മ നിലനിർത്താനായാണ് ഈ സ്മാരകം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രശസ്തമായ അയൺ കർട്ടൻ സ്പീച്ചിൽ നിന്നുള്ള ഒരു ഭാഗവും ഈ മെമ്മോറിയലിൽ നമുക്ക് കാണാൻ കഴിയും. മതസംഘടനകളെയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവരുടെ ഭരണകാലത്ത് വെറുതെ വിട്ടിരുന്നില്ല. അക്കാലത്ത് സേവനം നടത്തിയിരുന്ന കത്തോലിക്ക വൈദികനായിരുന്ന ആന്റോൺ സെർഹോളിന്റെ പ്രതിമയും നമുക്കിവിടെ കാണാം. 1951 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇദ്ദേഹത്തെ പിടികൂടി 12 വർഷം തടവ് ശിക്ഷ നൽകി. ചരിത്രത്തിൽ കൂടിയുള്ള ഒരു സഞ്ചാരമാണ് ഇവിടം സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കൈവരിക്കാനാകുന്നത്. അങ്ങനെ കൺട്രി സൈഡൊക്കെ സന്ദർശിച്ച് പതിയെ ഞങ്ങൾ നഗരത്തിലേക്ക് തിരിച്ച് യാത്ര ആരംഭിച്ചു. അപ്പോഴിനി ബ്രാറ്റിസ്ലാവയുടെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.